അയോധ്യ രാം മന്ദിറിന്റെ ഉദ്ഘാടനം ഈ ജനുവരിയിൽ നടക്കുകയാണ്. എന്താണ് അയോധ്യയുടെ പ്രസക്തി, പ്രാധാന്യം നമ്മുടെ രാജ്യത്ത്? അയോധ്യ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സാംസ്കാരിക അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണത്തിന് തീർച്ചയായും അയോധ്യ കാരണമാകും. നമ്മുടെ ദേശീയ പുനർനിർമ്മാണത്തിന് പല പല ഘടകങ്ങളുണ്ട്. അത് മാനേജ്മെന്റിലെ പെസ്റ്റൽ എന്ന ഒരു ഫ്രെയിംവർക്കിൽ കൂടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, ദേശത്തിൻ്റെ പുനർനിർമ്മാണം അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് നമ്മൾ ആ ഒരു പുനർനിർമ്മാണം തുടങ്ങിയത്. നമ്മളുടെ രാജ്യം നമുക്കത് വികസിപ്പിക്കണം, ഏറ്റവും നല്ല രാജ്യമാകണം, നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇവിടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ദേശീയ പുനർനിർമ്മാണം സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങി. ആ പുനർനിർമ്മാണത്തിൻ്റെ ഘടകങ്ങൾ ഈ പെസ്റ്റൽ ഫ്രെയിംവർക്കിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ, ഡെമോഗ്രഫിക് എന്ന് പറയാം. അപ്പോൾ അതിൽ രാഷ്ട്രീയ പുനർനിർമ്മാണം നടന്നു, സാമ്പത്തിക പുനർനിർമ്മാണം നടന്ന് ഇപ്പോൾ നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ 5ാമത് GDP-യുടെ കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് പല ഘടകങ്ങളിലും നമ്മളുടെ സാമ്പത്തിക മുന്നേറ്റം എന്ന് പറയുന്നത് വീണ്ടും പല പല എല്ലാവർക്കും ആ ഒരു സാമ്പത്തിക നീതി എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കുറേ ഘടകങ്ങൾ ബാക്കിയുണ്ട്. പിന്നെ ലീഗൽ, എൻവയോൺമെന്റൽ, ടെക്നോളജിക്കൽ ചന്ദ്രയാനും അങ്ങനെയൊക്കെയുള്ള സ്പേസ്, അതുപോലെ മെഡിസിൻ, മെഡിക്കൽ ഫീൽഡിൽ, കൃഷി ഫീൽഡിൽ ഒക്കെ കുറേയധികം മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ പറ്റി. പക്ഷേ നമ്മൾ ഈ മുന്നേറ്റങ്ങൾ നടത്തിയതിൻ്റെയൊക്കെ ഒരു അധിഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു ലീഗൽ ഡോക്യുമെന്റിൽ അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണമാണ് പ്രധാനമായിട്ടും നടന്നത്. അപ്പോൾ അതൊരു ലീഗൽ പുനർനിർമ്മാണം അല്ല ലീഗൽ അധിഷ്ഠിതമായ പുനർനിർമ്മാണം എന്ന് പറയാം. നമ്മുടെ ഭരണഘടനയിലെ നമ്മളുടെ ആ ഒരു ദിശാബോധം നൽകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തുല്യത, അതുപോലെ നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ തുല്യത എന്ന് പറയുന്നത് നമ്മൾ എത്തിയോ? നമ്മൾ ഇത്രയും വർഷം 73 വർഷം നമ്മുടെ ദേശീയ പുനർനിർമ്മാണം നടത്തിയിട്ട് തുല്യത എല്ലാവർക്കും, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എത്തിയോ? അതുപോലെ നീതി എല്ലാവർക്കും പ്രാപ്യമായോ? അത് ചെലവില്ലാതെ പെട്ടെന്ന് നമുക്ക് നീതി എല്ലാവർക്കും കിട്ടുമോ? അതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഏത് സമയത്തും 24 മണിക്കൂറും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എല്ലായിടത്തോടെയൊക്കെ നടക്കാനും സഞ്ചരിക്കാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനും പറ്റുമോ? സാഹോദര്യം എല്ലായിടത്തും ഉണ്ടോ? അതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക നീതി എന്ന് പറയുന്നതൊക്കെ കിട്ടിയോ? അങ്ങനെ പരിശോധിച്ചാൽ ദേശീയ പുനർനിർമ്മാണം ഒരിടത്തും എത്തിയിട്ടില്ല ഈ ഒരു ലീഗൽ അധിഷ്ഠിതമായ പുനർനിർമ്മാണത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം, ഒരു പാരലൽ. ഇസ്രായേൽ എന്നൊരു രാജ്യം. കാരണം ഇസ്രായേൽ ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം, ഇസ്രായേൽ ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിലുമൊക്കെ ഇസ്രായേലിനെ പറ്റിയൊക്കെ കൂടുതൽ മനുഷ്യർ പഠിക്കുകയും അതിനെപ്പറ്റി വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന രാജ്യമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം എടുക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം അവർ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണമാണ് പിന്തുടർന്നത്. 1948 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1948 ശേഷം അവർ സാംസ്കാരിക അധിഷ്ഠിതമായ ദേശീയ പുനർനിർമ്മാണം തുടർന്നു, ഇന്നും തുടരുന്നു. 3000 വർഷം മുമ്പ് അവരൊരു ടെമ്പിൾ ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ, ദാവീദ് രാജാവാണ് ഇസ്രായേൽ എന്ന രാജ്യം ആദ്യം സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം ഈ ടെമ്പിൾ തുടങ്ങി, പക്ഷേ പിന്നീട് മകൻ അത് പൂർത്തിയാക്കി. ടെമ്പിൾ ഓഫ് സോളമൻ എന്നാണ് അതിന് പറയുന്നത്. അത് ഏകദേശം 3000 വർഷം മുമ്പ് ഇന്നത്തെ നിന്ന്. പിന്നീട് ഒരു 400 വർഷം കഴിയുമ്പോഴത്തേക്കും നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോണിന്റെ രാജാവ് വന്ന് അത് കംപ്ലീറ്റ് നശിപ്പിച്ചു. അവിടെയുള്ള ആർക്ക് ഓഫ് കവനന്റ്, എവരിത്തിങ് എല്ലാം നശിപ്പിച്ചു. പക്ഷെ നശിപ്പിച്ചിട്ട് വീണ്ടും അത് പുനർനിർമ്മിച്ചു, അത് വീണ്ടും നശിപ്പിച്ചു. പിന്നീട് ഏകദേശം ഈ ഒരു AD 2000 വർഷം മുമ്പ് വീണ്ടും അത് അവിടുത്തെ ജൂദയുടെ രാജാവ് വീണ്ടും അത് പുനർനിർമ്മിച്ചു. അങ്ങനെ ജെറുസലേം ദേവാലയം എന്ന് പറയുന്ന, അല്ലെ ടെമ്പിൾ ഓഫ് സോളമൻ എന്ന് ഒറിജിനലി പറഞ്ഞിരുന്ന ആ ജെറുസലേം ദേവാലയം പല പ്രാവശ്യം നശിപ്പിച്ചെങ്കിലും വീണ്ടും പുനർനിർമ്മിക്കും. അങ്ങനെ ആ ഒരു ദേവാലയത്തിന് ഇന്ന് ബാക്കിയുള്ളത് വെയിലിംഗ് വാൾ എന്ന് പറയുന്ന ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ. പിന്നീട് അവിടെ ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്ത്യൻ മതത്തിൻ്റെയും ഒക്കെ പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ ഈ ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. പക്ഷേ ഒറിജിനലി ടെമ്പിൾ ഓഫ് സോളമൻ എന്ന് പറയുന്ന ജെറുസലേം ദേവാലയമാണ് അവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ ആ ഒരു സാംസ്കാരിക അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണമാണ്
48-ന് ശേഷം. അതുകൊണ്ട് അവരെന്ത് നേടിയെന്ന് വെച്ചാൽ അവർ ടെക്നോളജിക്കലി ലോകത്തിലെ ഒരു നമ്പർ 1 പവർ ഹൗസ് എന്ന് പറയാം. എല്ലാ മേഖലകളിലും ടെക്നോളജി അവരുടെ വളരെ ഉയർന്ന നിലയിലാണ്. അവരുടെ ജീവിത നിലവാരം ഒരു വികസിത രാജ്യത്തിൻ്റെ ജീവിത നിലവാരമാണ് അവർക്കുള്ളത്. 1948-ന് ശേഷം 15 യുദ്ധങ്ങൾ അവർക്കെതിരെ ചുറ്റുമുള്ളവരൊക്കെ നടത്തി. പക്ഷേ ഈ ഒരൊറ്റ യുദ്ധത്തിൽ പോലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. 15 യുദ്ധങ്ങളാണ് ഇസ്രായേൽ 48-ന് ശേഷം നേരിട്ടത്. അത് ഇസ്രായേൽ മുൻകൈ എടുത്ത് യുദ്ധം ആരോടെങ്കിലും ചെയ്യാൻ പോയതല്ല. അവർക്കെതിരെ ചുറ്റുമുള്ളവരെല്ലാം കൂടി വട്ടം കൂടി യുദ്ധം ചെയ്തു. ഈ 15 യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും നേട്ടങ്ങൾ ഒരു വികസിത രാജ്യമായി ടെക്നോളജിക്കലി അവർ ഇതാണ്, സാമൂഹ്യമായിട്ട് ഒരു ഭാഷ, ഒരു ചിന്ത, അങ്ങനെയൊക്കെയുള്ള ഒരു കെട്ടുറപ്പ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണം സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണം ഇസ്രായേൽ നടത്തിയതുകൊണ്ടാണ്. പക്ഷേ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന VS നായ്പോളിൻ്റെ 1977 ഒരു ബുക്കുണ്ട്, ഇന്ത്യ ദ വൂണ്ടഡ് സിവിലൈസേഷൻ എന്നുള്ളത്. അതായത് ഒരു പരിക്ക് പറ്റിയ അല്ലെങ്കിൽ മുറിവുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യ എന്നുള്ള നായ്പോളിൻ്റെ 77 ഒരു പുസ്തകത്തിൽ അതിനെപ്പറ്റി നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു ഡിഫീറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ്, പരാജയപ്പെട്ടൊരു മൈൻഡ് സെറ്റാണ്. കാരണം കാലാകാലങ്ങളായിട്ട് പല ആൾക്കാരും പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, കൊന്ന്, മതം മാറ്റി, നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ നശിപ്പിച്ച്, എന്നിട്ട് അവർക്ക് തോന്നുന്ന ആരാധനാലയം അവിടെയൊക്കെ സൃഷ്ടിച്ച്, അവർക്ക് തോന്നുന്ന ഭാഷ നമ്മളെ പഠിപ്പിച്ച്, നമ്മുടെ ഭാഷയൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ആശയങ്ങളും അവരുടെ ആദർശങ്ങളും അവരുടെ മൂല്യങ്ങളും ഒക്കെ ഇവിടെ നമ്മളെ മുഖത്ത് ബലമായിട്ട് പേടിപ്പിച്ച് അടിച്ചേൽപ്പിച്ച് നമുക്ക് തിരിച്ച് ഇതൊന്നും നമ്മുടെ പഴയ കാര്യങ്ങൾ ഒന്ന് പുനർജീവിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു പരാജിതരുടെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെന്നാണ് VS നായ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 1977 ഇറങ്ങിയ പുസ്തകത്തിൽ പറയുന്നത്. അദ്ദേഹം ട്രിനിഡാഡുകാരനാണെങ്കിലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തെപ്പറ്റി നന്നായിട്ട് പഠിച്ച് അതിനെപ്പറ്റി ഒരു നിഷ്പക്ഷമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. നമ്മളിങ്ങനെ ഒരു പരാജിതൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെ മനോഭാവമാകാനുള്ള കാരണം ഈ പറഞ്ഞ കാലാകാലങ്ങളായിട്ട് പുറത്തുനിന്ന് ഉള്ള ആൾക്കാർ അവരിവിടെ വന്ന് നമ്മളെ കൊന്നു, നമ്മളെ കത്തിച്ചു, നമ്മളെ മതം മാറ്റി, നശിപ്പിച്ചു, ഇങ്ങനെയുള്ള എല്ലാവിധ അക്രമങ്ങളും ക്രൂരമായിട്ട് നമ്മൾ ചെയ്തു. നമ്മളുടെ എല്ലാവിധ സ്വാഭിമാനവും ഒക്കെ നശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളിങ്ങനെ ആയിത്തീർന്നത്. പക്ഷെ അങ്ങനെ ആയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിച്ചു? ഇന്ന് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കൽക്കട്ട എന്നാണ് കാണുക. കൽക്കട്ടയാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം. പക്ഷേ അടുത്ത കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ആണ് അവിടെ കൽക്കട്ട ഒരു സാംസ്കാരിക തലസ്ഥാനമായിട്ട് അവിടുത്തെ ആർക്കിടെക്ചർ, പിന്നെ അവിടുത്തെ ലിറ്ററേച്ചർ, ഏറ്റവും അധികം നോബൽ പ്രൈസ് കിട്ടിയത്. ഈ നോബൽ പ്രൈസ് കിട്ടിയത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്നുള്ളതും എവിടെയൊക്കെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടാണ് ഈ നോബൽ പ്രൈസ് കിട്ടിയതെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കൽക്കട്ടയാണോ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം? ബ്രിട്ടീഷുകാർ തീരുമാനിച്ച ആ സംസ്കാരമാണോ നമ്മുടെ സംസ്കാരം? അതിനു മുമ്പ് ആഗ്രയായിരുന്നു ഒരു സാംസ്കാരിക തലസ്ഥാനം. ആഗ്ര മുഗളന്മാർ, ഇസ്ലാം എന്ന മതത്തിൽ ഔറംഗസീബും ഒക്കെ ചെയ്ത ഒരു സംസ്കാരം. ഔറംഗസീബ് ചെയ്ത അക്രമത്തെ പറ്റി സിഖ് മതത്തിലെ 9ാമത്തെയും 10ാമത്തെയും ഗുരുക്കന്മാരുടെ അനുഭവം നമ്മൾ നോക്കിയാൽ മതി. തേഗ് ബഹാദൂർ അദ്ദേഹം 9ാമത്തെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിനെ ഈ മതം മാറ്റത്തിനെതിരെ അദ്ദേഹം നിലപാടെടുത്തത് കൊണ്ട് ഡൽഹിയിൽ അദ്ദേഹത്തെ വധിച്ചു. പക്ഷേ സിഖുകാർ ആ അഭിമാനം വീണ്ടെടുത്തു. ഈ 9ാമത്തെ ഗുരുവിനെ വധിച്ച സ്ഥലത്ത് ഗുരുദ്വാര സീസ്ഗഞ്ച് അവർ സ്ഥാപിച്ചു, അവരവരുടെ ഗുരുദ്വാര സ്ഥാപിച്ചു. അങ്ങനെ അഭിമാനം വീണ്ടെടുത്തു. 10ാമത്തെ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ 2 മക്കളെ ഫത്തേഗ് സാഗ് എന്ന് പറയുന്ന പഞ്ചാബിലെ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഭിത്തിക്കിടയ്ക്ക് അവരെ വെച്ചിട്ട് അങ്ങനെ ഭിത്തി ഉണ്ടാക്കി അവരെ കൊന്നുകളഞ്ഞു, വളരെ ക്രൂരമായിട്ട്. അമ്മയും ക്രൂരമായിട്ട് കൊന്നു. മതം മാറുന്നതിനെതിരെ ഔറംഗസീബിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ മതം മാറാതിരുന്നതിന് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച, ആക്രമിച്ച, കൊന്ന സിഖ് മതത്തിലെ ആൾക്കാരൊക്കെ അവരുടെ അഭിമാനം തിരിച്ചു പിടിച്ചു. ഫത്തേഗ് സാഹിബ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ ആ പ്രദേശം മുഴുവൻ സിഖുകാർ പിടിച്ചെടുത്തിട്ട് ഗുരുദ്വാരകൾ പണിതു. അവിടെ ഇപ്പോൾ ഒരു പിൽഗ്രിമേജ് സെൻ്ററായിട്ട് മാറി. പക്ഷേ നമ്മൾ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ ഒരു 2000 വർഷമോ 3000 വർഷമോ അല്ല. ഈ ഇസ്രായേലിൻ്റെ ഇതേപോലെ അല്ല സിഖ് മതത്തിൻ്റെ ഒരു സംസ്കാരം അല്ല. അതിനേക്കാൾ മുമ്പേ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉള്ളൊരു സംസ്കാരമാണ്. പക്ഷേ നമ്മൾ എന്നാണ് നമ്മളുടെ ഒരു അഭിമാനം തിരിച്ചു പിടിച്ചത്? ആ നായ്പോൾ പറയുന്ന പരാജിതരുടെ ആ ഒരു മനസ്സിൽ നിന്ന് നമ്മൾ എന്നാണ് കരകയറിയത്?
നമ്മൾ ആ ഒരു സാംസ്കാരിക ഒരു ഒരു അടിത്തറ നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കാൻ തുടങ്ങിയത്. അത് തുടങ്ങിയത് ഈ അയോധ്യയുടെ ഒരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോഴാണ് നമ്മളുടെ ഒരു സാംസ്കാരിക ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത, നമുക്ക് പറ്റും, നമ്മൾ പരാജിതരല്ല, നമുക്ക് വിജയിക്കാമെന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെ ഈ അയോധ്യയുടെ ഒരു പുനർനിർമ്മാണം, അതിൻ്റെ ശിലാന്യാസം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സ്ഥലത്ത് ശിലാന്യാസം നടന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മസ്ജിദ് കർസേവ നടത്തി. പിന്നീട് സുപ്രീം കോടതി 2019 വിധിക്ക് ശേഷം അവിടെ തറക്കല്ലിട്ടു. ഇന്ന് അവിടെ ഒരു പ്രത്യേക ഭാരതീയ ആർക്കിടെക്ചറിൽ, അതൊരു കലയാണല്ലോ, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ആർക്കിടെക്ചറിലൂടെ നിർമ്മിക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഡാൻസിനും പാട്ടിനും അങ്ങനത്തുള്ള കാര്യങ്ങൾ, അവിടെ കൊത്തുപണികൾ, അതുപോലെ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് പണിയുന്നു. അപ്പോൾ നമ്മളുടെ ഇതിഹാസങ്ങളും അതുപോലെ പുരാണങ്ങളും അതുപോലെ പ്രാർത്ഥനകളും സാംസ്കാരിക മൂല്യങ്ങളും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വേദിയും സ്ഥലവുമായിട്ട് അയോധ്യ മാറുകയാണ്. അതുപോലെ അയോധ്യയുടെ അടുത്തുള്ള വാരണാസിയുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സാംസ്കാരിക, പണ്ട് നമുക്ക് ഹംപി, തഞ്ചാവൂർ, പുരി, ദ്വാരക, മധുര എന്നൊക്കെ പറഞ്ഞ് പല പല സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഒന്നിപ്പിച്ചിരുന്നത് ഈ ഭാരതത്തിൻ്റെ സനാതന ധർമ്മ മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കേന്ദ്രബിന്ദു ആകുകയാണ് ഇന്ന് അയോധ്യ. നമ്മുടെ ഇതിഹാസങ്ങളിലും നമ്മുടെ ഭാരതീയ മൂല്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വിത്തുകളായിട്ട് കിടപ്പുണ്ട്. നമ്മളെ പ്രചോദിപ്പിക്കാനും പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ നയിക്കാനും അതുപോലെ സങ്കുചിത കാര്യങ്ങളെ മാറ്റി നിർത്താനും ഒക്കെയുള്ള കാര്യങ്ങളായിട്ട് ഈ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ വിത്തുകളായിട്ട് എല്ലാ ഭാരതീയൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ വിത്തുകളുടെ ഇടയ്ക്ക് പിന്നീട് വന്ന അതിഥിവേശക്കാരും കൊളോണിയൽ ആൾക്കാരും മതം മാറ്റാൻ വന്നവരും അല്ലെങ്കിൽ മറ്റ് ചില സാംസ്കാരിക അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആൾക്കാരും ഒക്കെ മറ്റ് വിത്തുകളൊക്കെ പാകി ഇതിനെ അങ്ങ് വളരാൻ സമ്മതിക്കാതെ ഇരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള ഒരു മാറ്റം ഇപ്പോൾ ഈ അയോധ്യ കേന്ദ്രമായിട്ട് അയോധ്യയുടെ പുനർനിർമ്മാണ പ്രക്രിയയിലുള്ള ആ ഒരു ചിന്തയിൽ കൂടി അതിന് ഉദ്ഘാടനം നടക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുകയാണ്. നമ്മളുടെ സാംസ്കാരിക അധിഷ്ഠിതമായിട്ടുള്ള ദേശീയ പുനർനിർമ്മാണം നമ്മൾ തുടക്കമിടുകയാണ്. അങ്ങനെ സാംസ്കാരിക അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണം നമ്മൾ തുടക്കമിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വികസിത രാജ്യമായിട്ട് മാറും. അത് ഒരു ലീഗൽ ഡോക്യുമെൻ്റിൽ അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണത്തെക്കാളും തീർച്ചും ഉത്തമമാണ്. അപ്പോൾ ഈ അയോധ്യ ഈ ഉദ്ഘാടനത്തിന് നമുക്ക് എല്ലാവിധ ഭാവുകങ്ങളും അതിൽ പങ്കാളിയാകുകയും ചെയ്യാം.